വർദ്ധിച്ചുവരുന്ന വൈദ്യുതി പ്രതിസന്ധികൾക്കിടയിൽ ആണവ വൈദ്യുതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ സജീവമാക്കി കേരളം. കഴിഞ്ഞ ദിവസം കോവളത്ത് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാലുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ഊർജ്ജത്തിന്റെ ആവശ്യകത, വരും കാലങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ഊർജ്ജ പ്രതിസന്ധികൾ തുടങ്ങിയവയും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കൂടുതൽ കേന്ദ്ര ധനസഹായം അനുവദിക്കുക എന്ന നിർദ്ദേശങ്ങളും ചർച്ചയുടെ ഭാഗമായി. ചർച്ചയിൽ കേന്ദ്രമന്ത്രി മുന്നോട്ടുവച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം കേരളത്തിന് സ്വന്തമായ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ കഴിയില്ലേ എന്നതായിരുന്നു. കേരളത്തിന്റെ കടൽത്തീരങ്ങളിൽ വലിയ തോതിൽ മോണോസൈറ്റ് നിക്ഷേപമുണ്ട്. മോണോസൈറ്റിൽ നിന്നും തോറിയം ലഭിക്കും. തോറിയം ഒരു ഊർജ്ജ സ്രോതസ്സായി എടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ സ്വന്തമായൊരു ആണവ നിലയം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. കേരളത്തിൽ ഒരു ആണവ നിലയം സ്ഥാപിക്കണമെങ്കിൽ അതിന് കേരള സമൂഹത്തിന്റെ പിന്തുണ വേണം. എന്നാൽ കേരള സമൂഹവും കേരളത്തിലെ പരിസ്ഥിതി സംഘടനകളും ഇതിനെ എതിർക്കും. മാത്രമല്ല, കേരളത്തിലെ ജനസാന്ദ്രത അതിന് അനുകൂലവുമല്ല. അതിനാൽ കേരളം കേന്ദ്രത്തിന്റെ ഈ നിർദ്ദേശം അംഗീകരിച്ചില്ല. മറിച്ച് കേരളത്തിലെ തോറിയം ഉപയോഗിച്ച് കേരളത്തിന് പുറത്തെവിടെയെങ്കിലും ഒരു വൈദ്യുത ആണവ നിലയം സ്ഥാപിക്കുന്നതിനും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമുള്ള സാധ്യതയാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്നതിൽ ആ സംസ്ഥാനത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും പിന്തുണ വേണം. ഇവിടെ ഉണ്ടായേക്കാവുന്ന പ്രതിഷേധങ്ങളെ മറികടക്കണം. എല്ലാ പ്രതിഷേധങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് പുറത്തേതെങ്കിലും സംസ്ഥാനത്തൊരു ആണവ നിലയം സ്ഥാപിച്ചാൽ തന്നെ അവിടെ നിന്നും വൈദ്യുതി എങ്ങനെ കേരളത്തിലേക്ക് എത്തിക്കും തുടങ്ങി നിരവധി കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. നിലവിൽ കേരളത്തിൽ ആണവ നിലയങ്ങളില്ല. കേരളത്തിൽ ഊർജ്ജ ഉൽപാദനത്തിനായി സ്വന്തമായ ഒരു ആണവ നിലയം എന്നത് കേരളത്തിന്റെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു. എന്നാൽ കേരളത്തിലെ പരിസ്ഥിതിവാദികളും ജനങ്ങളും അതിനെ അനുകൂലിക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് 32 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തോറിയം അധിഷ്ഠിത വൈദ്യുതി നിലയം സ്ഥാപിച്ചിട്ടുണ്ട്. അതേ സാങ്കേതിക വിദ്യയിൽ കേരളത്തിൽ ഒരു ആണവ നിലയമെന്ന നിർദ്ദേശമാണ് ആദ്യം ഉയർന്നതെങ്കിലും കേരളത്തിന്റെ കടൽത്തീരത്ത് സമ്പന്നമായ മോണോസൈറ്റിൽ നിന്നും വേർതിരിക്കുന്ന തോറിയം മറ്റ് സംസ്ഥാനങ്ങളിലെ ആണവ നിലയങ്ങളിലേക്ക് എത്തിച്ച് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് കേരളം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് പ്രവർത്തിക്കുന്ന തോറിയം അധിഷ്ഠിത ആണവ നിലയത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള തോറിയം എത്തിച്ചാൽ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദനം എന്ന ലക്ഷ്യം ഏകദേശം യാഥാർത്ഥ്യമാകും. ലോകത്തിലെ തോറിയം നിക്ഷേപത്തിൽ 90% ഇന്ത്യയിലാണ്. കേരളത്തിന്റെ കടൽത്തീരങ്ങളിൽ ഏകദേശം 2 ലക്ഷം ടൺ തോറിയം നിക്ഷേപം ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് ഫലപ്രദമായി ഉപയോഗിച്ചാൽ കേരളത്തിൽ നിലവിലുള്ള ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാകും. എന്തായാലും ഉടനടി പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ് കേരളത്തിലെ ഊർജ്ജ പ്രതിസന്ധി. ഇല്ലെങ്കിൽ വരും കാലങ്ങളിൽ കടുത്ത വൈദ്യുതി ക്ഷാമമായിരിക്കും കേരളം നേരിടുന്നത്. തുടർച്ചയായ പവർ കട്ടുകൾ നേരിടേണ്ടി വരും. അല്ലെങ്കിൽ പുറത്തുനിന്നും വലിയ തുകയ്ക്ക് വൈദ്യുതി കടമെടുക്കേണ്ടി വരും. അങ്ങനെയായാൽ വൈദ്യുതി ബിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതാകില്ല. നിലവിൽ കേരളത്തിന് പുറത്ത് ഒരു ആണവ വൈദ്യുതി നിലയത്തിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാനാണ് കേരളത്തിന്റെ തീരുമാനം. അതിന് കേന്ദ്രത്തിന്റെ അംഗീകാരം തേടുകയാണ് കേരളം.